ജന്തർ മന്തർ പ്രതിഷേധത്തിനിടെ പ്രധാനമന്ത്രി പങ്കുവച്ച വീഡിയോ താൽക്കാലികമായി നീക്കം ചെയ്തതിന് പിന്നാലെ മെറ്റയ്ക്കെതിരെ നീക്കം കടുപ്പിക്കുകയാണ് കേന്ദ്രം. സിഇഒ അടക്കം മെറ്റയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് കേന്ദ്രം. സർക്കാർ വിരുദ്ധ പോസ്റ്റുകൾക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടുന്നത് എങ്ങനെ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ IT മന്ത്രാലയം ആരായും. മെറ്റ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി മാപ്പ് പറയിക്കാനാണ് ഇന്നത്തെ യോഗമെന്നും വ്യക്തമായി കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷത്തെ പോലെ പ്രവർത്തിക്കാൻ മെറ്റയുടെ വിവിധ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് സർക്കാർ വിലയിരുത്തുന്നുണ്ട്. മുൻപ് പലകുറി നോട്ടീസ് അയച്ച് ഇത്തരം നീക്കങ്ങളെ ചെറുക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. പലപ്പോഴും മെറ്റ വഴങ്ങിയിട്ടുമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ മുഖം കെടുത്തിയ പ്രതിഷേധത്തിൽ മെറ്റ വലിയ പങ്ക് വഹിച്ചത് സർക്കാരിന്റെ മനസ്സിലുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്നത്തെ യോഗം മെറ്റയുടെ നിയന്ത്രണത്തിലേക്കും നിരോധനത്തിലേക്കുമുള്ള ചവിട്ടുപടിയാണോ എന്നതിലാണ് ആകാംക്ഷ. ന്യൂസ് ആംഗിൾ ഇന്ന് പരിശോധിക്കുന്നു. മെറ്റയ്ക്ക് പൂട്ടിടുമോ സർക്കാർ? ശരത്ലാലാണ് ന്യൂസ് ആംഗിളിൽ നമുക്കൊപ്പം ചേരുന്നത്. ശരത്ലാൽ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ മെറ്റ ഭാരവാഹികളും പ്രതിനിധികളും ഒക്കെ ആയിട്ടുള്ള കൂടിക്കാഴ്ചയാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുക? ഈ സാമൂഹ്യ മാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള കൂടുതൽ കർക്കശമായ ഇടപെടലിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നതിൻ്റെ ഒരു മുന്നോടിയായി ഇതിനെ നമ്മൾ കാണണോ? ഗുഡ് മോർണിംഗ് ഹർഷൻ. അതുതന്നെയാണ് കേന്ദ്ര സർക്കാർ മെറ്റയെ മെരിക്കുമോ അല്ലെങ്കിൽ മെറ്റയ്ക്ക് പൂട്ടിടുമോ എന്നതാണ് ഇന്ന് നമുക്കറിയേണ്ടത്. കാരണം മെറ്റയുടെ പോളിസി ഹെഡ്, ഗ്ലോബൽ പോളിസി ഹെഡ് ജോയൽ കപ്ലൻ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇന്ന് IT മന്ത്രാലയത്തിലെ IT സെക്രട്ടറിയുമായി ചർച്ച നടത്തുന്നത്. അതിൽ IT സെക്രട്ടറി IT മന്ത്രാലയം മുന്നോട്ട് വെച്ചിരിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. അത് മെറ്റയെ സംബന്ധിച്ചോളം വളരെ പ്രാധാന്യമുള്ളത്. ഒന്ന്, ചൈൽഡ് സെക്സ് അബ്യൂസ് മെറ്റീരിയൽ. BBC പുറത്തുവിട്ട ഒരു ഡോക്യുമെൻ്ററി അടിസ്ഥാനപ്പെടുത്തി നേരത്തെ തന്നെ മെറ്റയ്ക്ക് ഇത് സംബന്ധിച്ച് IT മന്ത്രാലയം നോട്ടീസ് നൽകിയിരുന്നു. ഇതാണ് മെറ്റയെ മെരുക്കാൻ സർക്കാർ ഉപയോഗിക്കുന്ന ഒരു വജ്രായുധമായി കണ്ടുവച്ചിരിക്കുന്നത്. മറ്റൊന്ന്, AI റിലേറ്റഡ് വ്യാജ വീഡിയോ. അത് എന്തുകൊണ്ട് മെറ്റയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല? ഇത് മൂന്നാമത്തത്, വ്യാജ അക്കൗണ്ടുകൾ. ഈ 3 വിഷയങ്ങളാണ് പ്രാഥമികമായി മെറ്റയെ മെരുക്കാൻ വേണ്ടിയുള്ള ആയുധങ്ങളായിട്ട് IT മന്ത്രാലയം കരുതി വെച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കിയത് അതിന് മെറ്റ ക്ഷമാപണം പറഞ്ഞു കഴിഞ്ഞു. അതിൽ കൂടുതൽ ചർച്ച വേണ്ട എന്നുള്ള നിലപാട് പറയുമ്പോൾ തന്നെ ആ ഒരു സംഭവമാണ് വളരെ ശക്തമായ നിലപാടെടുക്കാൻ, മെറ്റയ്ക്കെതിരെ നിലപാടെടുക്കാൻ കേന്ദ്ര IT മന്ത്രാലയത്തിനെ പ്രേരിപ്പിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ മെറ്റ നേരത്തെ തന്നെ മെറ്റയുടെ ഇന്ത്യ ഘടകം IT മന്ത്രാലയം, അതേപോലെ തന്നെ മറ്റു സുരക്ഷാ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ സുരക്ഷാ ഏജൻസി നൽകുന്ന കുറിപ്പുകൾക്ക് അല്ലെങ്കിൽ നോട്ടീസുകൾക്ക് മറുപടി നൽകില്ല. അത് അവഗണിക്കുന്ന പരിപാടിയുമുണ്ട്. അതുപോലെ തന്നെ കോടതിയുള്ള നോട്ടീസിന് പൂർണ്ണരൂപത്തിൽ ഹാജരാവുന്നില്ല. ഹൈക്കോടതികളിൽ നിന്ന് അത്തരം പരാതികളുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മെറ്റയെ മെരുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര IT മന്ത്രാലയം ഈ ചർച്ചയ്ക്ക് മുന്നിൽ വെക്കുന്നത് എന്നതാണ്. ഇതിൽ ചൈൽഡ് സെക്സ് അബ്യൂസ് മെറ്റീരിയൽ, അത് ക്രിമിനൽ കേസാണ്. അത് സ്വാഭാവികമായി ഇപ്പോൾ നിലവിൽ തന്നെ ഇത് സംബന്ധിച്ച് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നോട്ടീസ് മെറ്റയ്ക്ക് പോയിട്ടുണ്ട്. ഏതായാലും മെറ്റയുടെ പോളിസി ഹെഡ് തന്നെയാണ് ഈ ചർച്ചയ്ക്ക് എത്തുന്നത് എന്നുള്ള CEOക്ക് പുറമെ എന്നുള്ളത് വളരെ ഗൗരവമായ കാര്യമാണ്. ഇന്നും നാളെയുമാണ് ചർച്ച. ഇന്ന് 4:30 മണിക്കാണ് ആദ്യഘട്ട ചർച്ച. അതിൽ ആര് പങ്കെടുക്കുമെന്ന കാര്യത്തിൽ കേന്ദ്ര IT മന്ത്രാലയത്തിൽ ആര് പങ്കെടുക്കുമെന്ന കാര്യത്തിൽ ഒരു ടീം തന്നെ പങ്കെടുക്കുമെന്നാണ് ഹർഷൻ അറിയുന്നത്. ഏതായാലും മെറ്റയെ മെരുക്കാൻ കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങിക്കഴിഞ്ഞു എന്ന് നമ്മൾ ചുരുക്കത്തിൽ പറയാം. ഹർഷൻ.